ഒരിക്കൽ വലിയ അപകടങ്ങളുടെ പേരിൽ നമ്മളെ പേടിപ്പിച്ച ഒരു സ്ഥലമായിരുന്നു പാണമ്പ്ര വളവ്. നടൻ ജഗദീഷ് ശ്രീകുമാറിൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചത് ഈ വളവിലാണ്. കാലം ഒരുപാട് മാറി. പാണമ്പ്രയും സുരക്ഷിത യാത്രയുടെ വഴിയിലേക്കാണ് പാണമ്പ്ര. കാണാം നമുക്ക്. കേരളത്തിലെ ജനങ്ങൾക്ക് മറക്കാൻ കഴിയാത്തതാണ് സിനിമാ താരം ജഗദീഷ് ശ്രീകുമാർ വാഹനാപകടത്തിൽപ്പെട്ടത്. അന്ന് പാണമ്പ്ര വളവിൽ വെച്ചാണ് ഈ വാഹനാപകടം സംഭവിച്ചത്. 2012 ഒരു പുലർച്ചെ ജഗദീഷ് ശ്രീകുമാർ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റപ്പോൾ കേരളം മുഴുവൻ കണ്ണു നിറച്ച് പ്രാർത്ഥിച്ചിരുന്ന ദിവസം. പാണമ്പ്ര വളവ് മലയാളികളുടെ ഓർമ്മയിൽ ഒരിക്കലും മായാത്ത പേടിപ്പേരായി മാറി. യാത്രക്കാരെ ഭീതിയിലാഴ്ത്തിയ അനേകം അപകടങ്ങൾക്ക് സാക്ഷിയായ ഒരു വളവ്. ആ അപകടത്തിൻ്റെ ഓർമ്മകൾ നിറഞ്ഞിരുന്ന വളവ് ഇപ്പോൾ ചരിത്രമായി. പുതിയ ദേശീയപാത നിർമ്മാണത്തിൽ പാണമ്പ്ര വളവ് നിവർന്നിരിക്കുകയാണ്. ഒരു 10 വയസ്സ് ആളുള്ള സമയത്ത് ഇപ്പം 55 വയസ്സ്. അപ്പം അത്രയും മുന്നേ അപകടം തുടങ്ങിയതാണ്. നമ്മളെ ഓർമ്മകളാട്ടെ പറയുന്നത്. അത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ അങ്ങനെ കാലാകാലങ്ങളായിട്ട് എന്നും ഒരപകടം കേട്ടിട്ടാണ് വരിക. ജഗതി ഇടിച്ചെന്ന് ശരിക്ക് ആ പള്ളിയിലുള്ള കുട്ടികളാണ് ഫസ്റ്റിൽ വന്നത്. ആദ്യം ഉണ്ടായിരുന്നതിനെക്കാട്ടിലും നല്ല മാറ്റങ്ങൾ തന്നെ. ആദ്യം നമ്മൾ പള്ളീൻ്റെ അടുത്ത് അവിടുന്ന് തിരിഞ്ഞിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം സ്ട്രൈറ്റ് ആയിട്ടാണുള്ളത്. അപ്പോൾ വളവ് എങ്ങനെയായിരുന്നു നമുക്ക് പറയാൻ തന്നെ കഴിയത്തില്ല. അത്രയും മാറ്റങ്ങളാണ് വന്നത് ഇതിൽ. കാലം മാറി. അപകടത്തിൻ്റെ അടയാളങ്ങൾ മായ്ച്ചു മാറ്റി. സുരക്ഷിതമായൊരു വഴി, യാത്രക്കാർക്ക് ആശ്വാസമായൊരു പാതയായി പുതിയ റോഡ് മാറിയിരിക്കുന്നു. അപകടത്തിൻ്റെ കരിങ്കഥകൾ മറന്ന സുരക്ഷിത യാത്രയുടെ പാതയായി മാറിയിരിക്കുകയാണ് പാണമ്പ്ര. ക്യാമറമാൻ മുനീഫ് തിരൂരിനൊപ്പം സമീർ ബിൻ കരീം, 24 തിരൂർ. ആ വളവ് നമ്മുടെ ജഗദീഷ് ചേട്ടൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച വളവ് തന്നെയാണ്. ഈ പാണമ്പ്ര വളവ് നേരെയായി എന്നറിഞ്ഞപ്പോൾ നമുക്ക് സന്തോഷം. പക്ഷേ ഇപ്പോഴും ജഗദീഷ് ചേട്ടനൊരു സ്ക്രീനിലേക്ക് മടങ്ങി വരും എന്ന നമ്മുടെ സ്വപ്നം യാഥാർത്ഥ്യമായിട്ടില്ല. ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം നമുക്ക് ഏതെല്ലാം സിനിമകളിൽ അദ്ദേഹം തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട്. കിലുക്കം സിനിമയിലൊക്കെയുള്ള രംഗങ്ങൾ ഇപ്പോഴും യൂട്യൂബിലൊക്കെ എത്രയോ പ്രേക്ഷകരെയാണ് ആകർഷിക്കുന്നത്. അപ്പോൾ അദ്ദേഹം മടങ്ങി വരണം. അദ്ദേഹത്തിൻ്റെ ഒരു കുറവ് സിനിമയിലെ ഒരു കുറവ് തന്നെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.